വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഒടുവിൽ അത് സംഭവിക്കുന്നു. നമ്മുടെ പാകിസ്ഥാനിലേക്ക് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും ചരക്ക് വിമാനങ്ങളും പറന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏപ്രിൽ 19 നൂർഖാൻ എയർബേസിൽ കുറഞ്ഞത് 3 US എയർഫോഴ്സ് C-17 ഗ്ലോബ് മാസ്റ്റർ 3 വിമാനങ്ങളെങ്കിലും പറന്നിറങ്ങി. മുതിർന്ന US ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ ഉപകരണങ്ങളും സുരക്ഷിതമായിട്ടുള്ള ഗതാഗതവും വഹിച്ചുകൊണ്ടാണ് അവർ വന്നതെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിന്റെ കൂട്ടത്തിൽ അമേരിക്കയുടെ തന്നെ വളരെ മാരകമായിട്ടുള്ള വിമാനങ്ങൾ അവിടെ പറന്നിറങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അത് രഹസ്യ സ്വഭാവമുള്ളതായതുകൊണ്ട് പല മാധ്യമങ്ങളും അതിന്റെ പേര് വിട്ടിട്ടില്ല. അത് അവർക്ക് കിട്ടാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഫ്ലൈറ്റ് ട്രാക്കിംഗ് മേഖലയിൽ കൂടുതൽ US സൈനിക വിമാനങ്ങൾ ഉണ്ടെന്നുള്ള സൂചന ലഭിച്ചു. ചിലത് സുരക്ഷയ്ക്കായി ട്രാൻസ്പോണ്ടറുകൾ ഓഫാക്കി പ്രവർത്തിക്കുന്നു. ഇസ്ലാമാബാദിൽ US ഇറാൻ ചർച്ചകളുടെ 2ാം ഘട്ടത്തിനായി വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള US പ്രതിനിധി സംഘം ആസൂത്രണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ് ഈ വരവ് എന്നുള്ളതാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇന്ന് ഈ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാ സൈനികരെയും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്, ഉടനടി ആക്രമണം എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്റെ ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്, അതങ്ങനെ നടക്കത്തില്ല എങ്കിലും ഈ ഖത്തറിലേക്ക് ഈ ഹമാസിന്റെ നേതാക്കളെ വിളിച്ചു വരുത്തി തലയ്ക്ക് ബോംബിട്ടതുപോലെ പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ ഇറാനെ വിളിച്ചു വരുത്തി തലയ്ക്ക് ബോംബിടാനുള്ള വല്ല പരിപാടിയാണോ അമേരിക്ക പ്ലാൻ ചെയ്യുന്നത് എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഹൈപ്പോത്തറ്റിക്കലാണ്, ഇങ്ങനെ നടക്കില്ല എങ്കിലും സപ്പോസ് നടന്നാൽ എന്നുള്ളത് എന്റെ ഒരു ചോദ്യമാണ്. അതിനൊരു മറുപടി കൂടെ വേണം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ട വേറൊരു വാർത്തയുണ്ട് കേട്ടോ. അത് നമുക്ക് അവഗണിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു വലിയ വാർത്ത തന്നെയാണ്. പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിരിക്കുന്ന രാജ്യത്ത് നമ്മുടെ അജിത് ഡോവൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത് വലിയ വാർത്തയാണ്. അവിടെയുള്ള ഉന്നത തല നേതാക്കളുമായി ആഴത്തിൽ ചർച്ച നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സൗദി അറേബ്യയിലാണ് അജിത് ഡോവൽ എത്തിയത്. ഒരു രഹസ്യ സന്ദർശനമായിരുന്നു. പക്ഷേ ഇങ്ങനെ അജിത് ഡോവൽ അവിടെ എത്തിയ ഒരു സാഹചര്യത്തിൽ ഉഭയകക്ഷി തന്ത്രവും പരസ്പര താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രാദേശിക വിഷയങ്ങളും ആഴത്തിൽ ചർച്ച ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതില് പ്രാദേശിക വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ പരസ്പര താല്പര്യത്തിന്റെ പ്രകാരമുള്ള നമ്മുടെ പ്രവാസികളുടെ സുരക്ഷയായിരിക്കാം ഒന്ന്. പക്ഷേ രണ്ടാമത്തെ കാര്യം, ഈ ഗൾഫിൽ ഇറാനുമായിട്ടുള്ള സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിലായിരിക്കുന്ന സമയത്താണ് ഡോവലിന്റെ സന്ദർശനം. ഇപ്പൊ US നാവികസേന ഒരു US കപ്പൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഇറാൻ പ്രതികാരം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. മറുവശത്ത് നിലവിലെ വെടിനിർത്തൽ അപ്പൊ ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് അവസാനിക്കുകയാണ്. ഇത് പുതിയൊരു യുദ്ധത്തിന്റെ ഭയം മേഖലയിൽ ഉണർത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അജിത് ഡോവൽ അവിടെ എത്തുമ്പോൾ ഇറാന് നമ്മളൊരു മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. അതിലും ഇതിലൊരു പ്രധാനപ്പെട്ട കാരണം ഇറാന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹോർമൂസ് കടലിണുക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ കപ്പൽ ആക്രമിച്ചതിൽ ഇറാന് വലിയൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യം മൊത്തത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് സൗദി അറേബ്യയിലേക്ക് അജിത് ഡോവൽ പോയി ഇറങ്ങുന്നത്. അത് ഞാൻ ഈ സൗദി അറേബ്യയിലേക്ക് പോയി ഇറങ്ങി എന്ന് പറയുമ്പോൾ അവിടെ പാകിസ്ഥാന്റെ വിമാനങ്ങളുണ്ട്. എന്തിന് സൗദിയിൽ പോയി എന്നുള്ളൊരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. UAEയിൽ നമുക്ക് പോകാമായിരുന്നു, മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ പോകാമായിരുന്നു. UAE നമ്മുടെ സൗഹൃദ രാജ്യമാണ്. പക്ഷെ എന്തുകൊണ്ട് UAEയിൽ പോയില്ല എന്നുള്ളൊരു ചോദ്യം കൂടെ എനിക്കുണ്ട്. ആദ്യം തന്നെ ഇതിലേക്ക് പറഞ്ഞിട്ട് അതിലേക്ക് വരാം. ഇത് തന്നെ ആദ്യം തന്നെ നമുക്ക് എടുക്കാം. ഇന്നലെ ഞാൻ ഇതിനെക്കുറിച്ച് ഇന്നലത്തെ ചർച്ചയിൽ ഞാനിത് പറഞ്ഞിരുന്നു. അജിത് ഡോവൽ മാത്രമല്ല, നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു ഈ സമയത്ത് തന്നെ. ഒപ്പം തന്നെ നമ്മുടെ പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയും അദ്ദേഹവും സന്ദർശിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ 2 മന്ത്രിമാരും നമ്മുടെ ദേശീയ ഉപദേഷ്ടാവുമാണ് ഈ രാജ്യങ്ങളെല്ലാം സന്ദർശിച്ചത്. അതിൽ ദേശീയ ഉപദേഷ്ടാവ് ഒമാനിൽ പോയതിനു ശേഷമാണ് സൗദിയിലേക്ക് എത്തുന്നത്. അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം പുറത്തു വന്നൊരു പ്രസ്താവന, ഹോർമുസ് കടലിടുക്കിൽ ടോൾ ഏർപ്പെടുത്തുന്നതിന് ഇന്ത്യ എതിരാണ്, അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ അറിയിച്ചതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. അതായത് സൗദിയുടെ വിദേശകാര്യമന്ത്രിയുമായി അതിന്റെ ചില കരാറുകളെ കുറിച്ചുള്ള സംസാരങ്ങൾ നടന്നു എന്ന് പുറത്തു വരുന്ന വിവരങ്ങളുണ്ട്. അതിലൊന്ന്, ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് വാങ്ങാൻ സൗദി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അത്തരത്തിൽ ചർച്ച നടന്നോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എങ്കിൽ പോലും പക്ഷെ ഒരു കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട്. കാരണം 1 കോടിയിൽ പരം വരുന്ന പ്രവാസികൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ട്. ആ പ്രവാസികളുടെ സുരക്ഷ ഒരു വലിയ ചർച്ചാ വിഷയം തന്നെ ആയി മാറിയിരിക്കുകയാണ്. കാരണം ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ എന്താണ് വേണ്ട നടപടികൾ എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ ഈ മന്ത്രിമാരടക്കം ഉള്ളവർക്ക് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ മന്ത്രിമാരുമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അതാണ് അതിനകത്ത് ഒന്നാമത്തെ ഒരു കാര്യം. ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയെങ്കിൽ പോലും ഇന്ന് പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, ജോഷുവ 2 എന്ന് പറയുന്ന ഇറാന്റെ ഒരു എണ്ണക്കപ്പൽ അത് അമേരിക്കൻ ഉപരോധം മറികടന്നുകൊണ്ട് ഇന്ത്യയിലെ കണ്ടല തുറമുഖത്തേക്ക് എത്തുകയാണ്. അത് എല്ലാവരും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. പലരും പറയുന്ന ഈ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്തിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഷിപ്പ് വന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ അമേരിക്ക കണ്ണടച്ചു കൊടുത്തതായിരിക്കും. ഇന്ത്യക്ക് എണ്ണയുടെ ആവശ്യമുള്ളത് കൊണ്ട് പൊക്കോട്ടെ വെച്ച് കണ്ണടച്ചു കൊടുത്തതായിരിക്കാം. ഏതായാലും ഉപരോധം തലക്കെട്ട് തന്നെ, ഉപരോധം മറികടന്ന് ഇറാന്റെ എണ്ണക്കപ്പൽ ജോഷുവ 2 ഇന്ത്യയിലേക്ക് എത്തുന്നു, കണ്ടല തുറമുഖത്ത് എത്തുന്നു എന്നുള്ളതാണ് വാർത്ത. അപ്പൊ അന്ന് മുന്നറിയിപ്പ് കൊടുത്തതിന് തൊട്ട് പിന്നാലെ അമേരിക്കൻ സ്ഥാനപതിയും ഒപ്പം തന്നെ ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഇന്ത്യൻ പ്രതിനിധിയും പറഞ്ഞൊരു കാര്യം,
ഇത് അബദ്ധത്തിൽ സംഭവിച്ചായിരിക്കണം. കാരണം സൈന്യത്തിനിടയിൽ ഏകോപനം ഇല്ലാതെ സംഭവിച്ചതാണ്. കാരണം ഇന്ത്യൻ കപ്പലോട് കടന്നു പോകാൻ പറഞ്ഞതിന് ശേഷമായിരുന്നു വെടിയുതിർത്തത് എന്നാണ് പറയുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ ഈ ചാനലിന്റെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഇറാനുമായി ഒരു വലിയ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാൻ വഴിയായിരിക്കും ഒരു നീക്കം അമേരിക്ക നടത്തുക എന്ന്. അത് ഞാൻ ഒന്നല്ല പലവട്ടം ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു പ്രവചന സ്വഭാവത്തിൽ ഞാൻ പറഞ്ഞതാണെങ്കിൽ പോലും ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം അത്തരത്തിലേക്ക് വരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അന്ന് ഞാൻ പറഞ്ഞത് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് സേഫായിട്ടൊരു സ്ഥലം പാകിസ്ഥാൻ തന്നെയാണ്. കാരണം 900 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഇറാനുമായിട്ട്. രണ്ടാമത്തെ കാര്യം, ഇതിനു മുമ്പ് ഈ പണിയൊക്കെ ഈ പാകിസ്ഥാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനുമായിട്ട് അമേരിക്കയുടെ യുദ്ധം നടക്കുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ എയർബേസുകളും മറ്റും ഒക്കെ വിട്ടുകൊടുത്ത ചരിത്രവും പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് അവരെ നമ്പാൻ പറ്റത്തില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇറാൻ ഈ ചർച്ചയ്ക്ക് വരില്ല എന്ന് പറഞ്ഞത്. കാരണം പാകിസ്ഥാനെ നമ്പാൻ പറ്റില്ല, അവർ ചതിക്കും. കാരണം ഈ വന്നു കഴിഞ്ഞാൽ ധനുഷ് നേരത്തെ പറഞ്ഞ കണക്ക് മറ്റേ ഖത്തറിൽ ഹമാസിന്റെ നേതാക്കളെ വിളിച്ചു വരുത്തി ബോംബിട്ടവന്മാരാണ് ഇവന്മാർ. പറയാൻ പറ്റില്ല. പാകിസ്ഥാനെ കുടിച്ച വളരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അതിനകത്ത് അവർ പറഞ്ഞു വെക്കുന്നതും. പാകിസ്ഥാനെ നമ്പാൻ കൊള്ളില്ല എന്നുള്ളതാണ്. നമ്പാൻ കൊള്ളില്ല എന്ന് പറഞ്ഞതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ വിമാനങ്ങൾ വന്നിറങ്ങി. നൂർഖാൻ വിമാനത്താവളത്തിൽ 7ഓളം വിമാനങ്ങൾ വന്നിറങ്ങി എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വിമാനങ്ങളാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. കുറച്ചു നാൾക്ക് മുമ്പ് ഞാനും ധനുഷും ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ചർച്ച ചെയ്തിരുന്നു. അവരുടെ ടാങ്കുകളടക്കം അമേരിക്കൻ സൈനികരടക്കം പാകിസ്ഥാനിൽ വന്നിരുന്നു. ബലൂചിസ്ഥാൻ ലക്ഷ്യമാക്കി അവർ നീങ്ങുന്നു എന്നൊരു വാർത്ത നമ്മൾ ഇപ്പോൾ ചെയ്തിരുന്നു. ആ ടാങ്കുകളൊന്നും മടങ്ങിപ്പോയതായിട്ടുള്ള വാർത്ത നമ്മൾ കണ്ടില്ല. അപ്പൊ അതിന് മുമ്പേ തന്നെ അവർ ഇറാനെ ആക്രമിക്കാൻ മുന്നൊരുക്കം നടത്തിയിരുന്നു എന്നുള്ളതാണ് അതിനകത്തെ യാഥാർത്ഥ്യം. ഈ ടാങ്കുകൾ മറ്റും എത്തുന്നു, ആ കവചിത വാഹനങ്ങൾ പാകിസ്ഥാനിലൂടെ ഉരുണ്ടു തുടങ്ങുന്നു എന്നുള്ള വാർത്തകൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ അന്ന് നമ്മളെല്ലാവരും പറഞ്ഞിരുന്നത് ബലൂചിസ്ഥാനെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ഇത് വരുന്നു എന്നുള്ളതാണ്. പക്ഷെ ബലൂചിസ്ഥാനെ അല്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ വ്യക്തമാകുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വിമാനങ്ങളെത്തുന്നു. കാരണം പാകിസ്ഥാൻ ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ ഇറാനെതിരെ ഒരു വലിയ യുദ്ധം മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് കരയാക്രമണത്തിന് സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് മാത്രവുമല്ല, ഇപ്പൊ നടത്തുന്ന അറ്റാക്കുകളൊക്കെ കുറച്ചുകൂടെ സേഫ് ആയിട്ടും സ്ട്രോങ് ആയിട്ടും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് ഇറാൻ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ്. നിലവിലത്തെ സാഹചര്യങ്ങളിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ അമേരിക്കയുടെ വ്യോമത്താവളങ്ങളുണ്ട്. പക്ഷെ അവരൊന്നും ഒരുപക്ഷെ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് അനുമതി കൊടുക്കണമെന്നില്ല. UAE കൊടുക്കണമെന്നില്ല, ഒമാൻ കൊടുക്കണമെന്നില്ല, മറ്റാരും കൊടുക്കണമെന്നില്ല. പക്ഷെ പാകിസ്ഥാൻ കൊടുക്കും. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് നയമോ നിലപാടോ ഒന്നുമില്ല. പൈസ കിട്ടണമെന്ന് മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി തന്നെ ഇത്രയും വിമാനങ്ങൾ അവിടെ എത്തുന്നു. ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും വിമാനങ്ങൾ എത്തേണ്ട, യുദ്ധവിമാനങ്ങൾ എത്തേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഈ JD വാൻസ് ഇന്ത്യയിലും വന്നു പോയിട്ടുള്ള മനുഷ്യനാണ്. അപ്പം അവിടെ അങ്ങനെ ഒരു സുരക്ഷയൊന്നും അത്രയില്ല. പക്ഷെ പാകിസ്ഥാനാണ് 15,000 പോലീസിനൊക്കെ അവർ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ പാകിസ്ഥാനിൽ ചർച്ചയ്ക്ക് വന്നിരുന്നു ഇറാന്റെ പ്രതിനിധികൾ. അവരെങ്ങനെയാണ് മടങ്ങിപ്പോയത്? നമ്മൾ അതിനു മുമ്പ് അടക്കം ന്യൂസ് ഇന്ത്യ മലയാളം അടക്കം ഒരു വാർത്ത ചെയ്തിരുന്നു. പാകിസ്ഥാൻ ഇരുമ്പ് മറയുണ്ടാക്കും ഇവർക്ക് വേണ്ടിയിട്ട്, യുദ്ധവിമാനങ്ങൾ ഇവർക്ക് അകമ്പടി സേവിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ആ പാവങ്ങൾ തിരിച്ചുപോയ റൂട്ട് ഏതാണെന്ന് അറിയാവോ? പാകിസ്ഥാനിൽ അത് നിങ്ങൾ കുറച്ചു ദൂരം കാറിൽ പോയി, പിന്നെ ബസ്സിലാണ് ഇറാനിലെത്തിയത്. അവർ ജീവനും കൊണ്ട് ഇവിടുന്ന് പലായനം ചെയ്യായിരുന്നു. പല വാഹനത്തിൽ കയറിയാണ് പോയത്. അതും നമ്മൾ വാർത്ത ചെയ്തിരുന്നു, ന്യൂസ് ഇന്ത്യ മലയാളം വാർത്ത ചെയ്തിരുന്നു. അവർ രക്ഷപ്പെട്ടത് എങ്ങനെയെന്നും പറഞ്ഞിട്ട്. അവര് പിന്നെ ഇവൻ വിളിക്കുന്നത് പിന്നെ വരുമോ ചർച്ചയ്ക്ക്? അത് മാത്രമല്ല, ട്രംപ് ആണെന്നുണ്ടെങ്കിൽ കടുംപിടുത്തം പിടിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അന്ന് ഞാൻ ഈ ചർച്ചയിൽ ഒരു പ്രവചനമായിട്ടാണെന്ന് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അത് സംഭവിക്കാൻ സാധ്യത ഏറിയിരിക്കുകയാണ്. കാരണം ഈ യുദ്ധവിമാനങ്ങൾ ഇങ്ങനെ വരുന്നു. കാരണം അത് വരുമ്പോൾ ഈ ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്തിട്ട് വരേണ്ട കാര്യമില്ല. കാരണം അതെന്തുകൊണ്ടാണ്? ഈ ട്രാക്കറിൽ അത് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്നു. അത് മാത്രവുമല്ല, ഈ C-17 വിമാനങ്ങൾ അടക്കം വരുന്നു. C-17 വിമാനങ്ങൾ സാധാരണ അമേരിക്ക യൂസ് ചെയ്യുന്നത് അവരുടെ യുദ്ധോപകരണങ്ങളും കൂടുതൽ സൈനികരെയും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. അവരുടെ വലിയ ചരക്ക് വിമാനമാണത്. അപ്പം അത് എത്തിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, യുദ്ധം സ്ട്രോങ് ആയിട്ട് വരും. ഈ നാളെ കൊണ്ട് ഇന്ന് രാത്രി കൊണ്ട് പിന്നെ വെടിനിർത്തൽ തീരുകയാണ്. 22-ാം തീയതി വരെ ഉള്ളൂ. അത് ഇന്ന് രാത്രി 12 മണി എന്ന് പറയുമ്പോൾ 22-ാം തീയതി തീരും. വരികയാണ്. വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായി തന്നെ പാകിസ്ഥാന്റെ പ്ലേസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരുടെ യുദ്ധവിമാനങ്ങളും പറക്കും. ഒരുപക്ഷെ വേണ്ടി വന്ന കരയുദ്ധത്തിനും അവർ തയ്യാറാകുന്നു. ഇതാണ് അതിന്റെ ഒരു കറക്റ്റ് ഒരു വഴി. ഇപ്പോൾ അങ്ങനെയാണ് വരുന്നത്. കാരണം പാകിസ്ഥാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം അങ്ങനെ ഒരു മൂവ്മെന്റ് നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ട് തന്നെ അവരിങ്ങോട്ട്, അവർക്ക് എന്തായാലും അടിക്കേണ്ട കാര്യമില്ല. കാരണം അവർ മുങ്ങി താന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. സർവ്വതും തകർന്നു നിൽക്കുന്ന അവനും പിന്നെ പാകിസ്ഥാനോ ഇല്ലെങ്കിൽ അവിടെ ചുറ്റോട് കിടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളല്ലേ, സൗദി, ഖത്തർ, ഒമാൻ, ഈ പറയുന്ന UAE ഒക്കെ. അതിനെ ചറവറ അവരടിക്കുന്നില്ലേ? ആ അടിക്കുന്നതിന്റെ ഇരട്ടിയിട്ടായിരിക്കും പാകിസ്ഥാൻ അടിക്കുന്നത്. കാരണം പാകിസ്ഥാനെ പണ്ടേ ഈ ഇറാൻ ഒരു മുഖവിലക്കെടുക്കാത്ത ഒരു രാജ്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ചതിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ടാണ് ഇറാൻ വരാത്തതെന്നാണ് അതിൽ പറയുന്നത്. അതായത് വിളിച്ചു വരുത്തി കൊലയ്ക്ക് കൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവർ വരാത്തത്. അതല്ലെങ്കിൽ അവർ വന്നേനെ.
അപ്പം സ്വാഭാവികമായിട്ട് അവർ ആക്രമിക്കും. പക്ഷെ ഇവിടെ ഇന്ന് ഇന്ത്യൻ സേനയുടെ, ഇന്ത്യൻ ആർമിയുടെ ഒരു പോസ്റ്റും കൂടി നമുക്ക് ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. നാളെ പഹൽഗാമിന്റെ 1ാം വാർഷികമാണ്, പഹൽഗാമിന്റെ ഭീകരാക്രമണം. അതിനോടനുബന്ധിച്ച് ഇന്ത്യൻ ആർമി അവരുടെ ഒഫീഷ്യൽ എക്സിൽ പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റ് ഉണ്ട്. അതൊരു പോസ്റ്ററാണത്. നമ്മൾ ആ പോസ്റ്റർ സമാനമായ രീതിയിൽ മുമ്പ് കണ്ടിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മളൊരു പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു. നമ്മുടെ ആർമി ഒരു പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു. ആ പോസ്റ്ററിന്റെ അതേ രൂപത്തിലും ഭാവത്തിലും അതേ കളറിലും ആ മറിഞ്ഞു കിടക്കുന്ന സിന്ദൂരച്ചപ്പിന്റെ ആ പടമുള്ള ഒരു പോസ്റ്റർ വീണ്ടും ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ആ പോസ്റ്ററിലെ വരി ഓപ്പറേഷൻ സിന്ദൂർ എന്നല്ല ഇപ്പൊ ഇറക്കിയിരിക്കുന്നത്. അതിരുകൾ കടക്കരുത്, കടന്നാൽ പ്രത്യാഘാതം ഗുരുതരം. ഏറ്റവും ഒടുവിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറക്കില്ല, പൊറുക്കില്ല എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല, പഹൽഗാമയാണ് ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ സൈന്യവും കുറച്ചു നാളായിട്ട് തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയോട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ ചൈനയും നിലവിൽ പാകിസ്ഥാനോട് അത്ര വലിയൊരു ബന്ധത്തിലേക്കല്ല പോകുന്നത്. കാരണം നിലവിൽ ചൈന അമേരിക്ക ബന്ധവും ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ കലുഷിതമായി മുൻപോട്ട് പോകുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ മുമ്പോട്ട് ഈ ദിവസങ്ങൾ നീങ്ങുന്നത്. ഒരുപക്ഷെ ഇന്ന് രാത്രിയോ നാളെയോ എന്തും സംഭവിക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ മിഡിൽ ഈസ്റ്റിലും ഒക്കെ കുറച്ചുകൂടെ ജാഗ്രതയായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്.